എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ബ്രെഡ് വെച്ചിട്ടാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇതിനെ കോട്ടിങ് ചെയ്ത് വെക്കണം. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവില് മൈദപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 കപ്പ് അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് എള്ളും കൂടി ചേർക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ 1.5 സ്പൂൺ അളവില് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് വാനില എസൻസും 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം അരിപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള മാവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമായ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്കുടൻ തന്നെ ബ്രെഡ് പൊരിച്ചു തുടങ്ങാം. ഈ ചൂടായ പാനിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോ പീസും ഇതുപോലെ ബാറ്ററിൽ മുക്കി ബാറ്റർ എല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം പൊരിക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ചെറിയ തീയിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ആദ്യ ബ്രെഡ് പൊരി ഒന്ന് കോരി മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ആരും കൊതിച്ച് കഴിച്ചു പോകുന്ന രുചിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബ്രെഡ് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.